അങ്ങനെ നമ്മുടെ ബബിത രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, അലീന ചേച്ചി നമ്മുടെ അച്ഛൻ്റെ മകളല്ലേ, പിന്നെന്താ അച്ഛൻ അനുസരിപ്പിച്ചുകൂടെ, ഇവിടെ ഒന്ന് പോവാതെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രോഹിത്ത് പറയുന്നുണ്ട്, അതിന് നമ്മുടെ അച്ഛൻ്റെ മകളല്ല അലീന ചേച്ചി എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ ബബിതയ്ക്കാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. അവൾ നേരെ ചെല്ലുന്നുണ്ട് അച്ഛൻ്റെ അടുത്തേക്ക്. എന്നിട്ട് അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ അലീന ചേച്ചി അച്ഛൻ്റെ മകളല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആരാ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ബാലചന്ദ്രൻ. ആ സമയത്ത് നമ്മുടെ ബബിത പറയുന്നുണ്ട്, അലീന ചേച്ചി രോഹിത്തിനോട് പറഞ്ഞു അത്ര എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവളങ്ങനെ പറഞ്ഞുവെങ്കിൽ അതായിരിക്കും സത്യം എന്ന് പറയുന്നുണ്ട്. അവളല്ലേ ഇതൊക്കെ നിന്നോട് പറഞ്ഞത്, നീ അവളോട് തന്നെ ചെന്ന് ചോദിച്ചു നോക്കാം എന്തൊക്കെയാ കഥ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ ബബിതനെ ഒഴിവാക്കുന്നുണ്ട്. എന്തായാലും ബബിത നേരെ ചെല്ലുന്നുണ്ട് ഹോളിലേക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി ഞാൻ എങ്ങനെ എല്ലാവരുടെ മുന്നിൽ അലീന ചേച്ചി എൻ്റെ ചേച്ചിയാന്ന് പറയാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണമോൾ പറയുന്നുണ്ട്, നീ ധൈര്യമായിട്ട് പറഞ്ഞോ, ചേച്ചിക്ക് ഒരു പേടിയും പഠിക്കേണ്ട, അലീന ചേച്ചി നമ്മുടെ സ്വന്തം ചേച്ചി തന്നെയെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ബബിത ദേഷ്യം വന്നിട്ട് വേഗം പോകേണ്ട അലീനയുടെ റൂമിലേക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയും നാളെ ഞങ്ങളെ കള്ളം പറഞ്ഞ് പറ്റിക്കായിരുന്നില്ലേ, നിങ്ങൾ എൻ്റെ ചേച്ചിയാണ് അച്ഛൻ്റെ മകളാണെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അലീന നേരെ ചെല്ലണത് നമ്മുടെ ബാലചന്ദ്രൻ്റെ അടുത്തേക്കാണ്. ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ ഞാൻ എന്തെന്നെ ആയാലും ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ അലീനോട് പറയുന്നുണ്ട്, നീയല്ലടി എന്നെ താങ്ങി നിർത്തിയത്, നീയല്ല എൻ്റെ പിൻബലം, ഇപ്പം നീ എന്നെ വിട്ടിട്ട് പോവുകയാണ്, നീ എൻ്റെ ആരുമല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് സഹിക്കുക എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അലീനയ്ക്ക് സങ്കടം വന്നിട്ട് വേഗം ബാലചന്ദ്രൻ്റെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, അങ്ങനെ പറയല്ലേ അച്ഛാ, ഞാൻ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചത് നിങ്ങളെയാണ്, അപ്പം ആദ്യമായിട്ട് വിളിക്കണ ആ അച്ഛാന്ന് വിളിക്കുമ്പോഴുള്ള സന്തോഷം എന്തുമാത്രം അറിയാം, അത് ലോകത്തിൽ ഞാൻ മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ, വേറൊരു സുഖം ഇതുവരെ അങ്ങനെ അനുഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത്. എന്തായാലും നമ്മളെ ബാലചന്ദ്രൻ ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ സങ്കടമാവുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.